ഒരിക്കലും കഴിച്ചാൽ മടുക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാന്തരം ചിക്കൻ ക്ലബ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്. ഞാൻ നോമ്പിന് അബുദാബിയിൽ നിന്നും എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ക്ലബ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. സാൻഡ്വിച്ചിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. അപ്പോൾ ഒരു 2-3 ക്ലബ് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഇത്രയും ചിക്കൻ്റെ ആവശ്യമൊന്നും വരില്ല. അപ്പോൾ ഞാനിന്ന് കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും അധികം ചിക്കൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പകുതി എടുത്താൽ തന്നെ നമുക്കൊരു 3 ക്ലബ് സാൻഡ്വിച്ചൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഈ ചിക്കനിലേക്ക് നമുക്ക് മസാലയൊക്കെ പുരട്ടിയെടുക്കാം. ആദ്യം തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി പേസ്റ്റാക്കിയത് ഇതിലേക്ക് ചേർക്കാം. ഇഞ്ചി ചേർത്തിട്ടില്ല. പച്ചമുളകും വെളുത്തുള്ളിയും കൂടി മാത്രം പേസ്റ്റാക്കിയത് 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ വരെ തന്നെ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ചിക്കനിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മസാല പുരട്ടിയതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. എന്നിട്ടൊരു അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കുന്നത് നല്ലതാണ്. ഞാനിതിവിടെ അടച്ചു വെക്കുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട, കാരണം ഇതുപോലുള്ള റെസിപ്പിക്കൊന്നും വെളിച്ചെണ്ണ അത്ര നന്നാവില്ല. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവൻ ചിക്കനും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ ചിക്കൻ്റെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ വശവും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ അരമണിക്കൂർ മസാല പുരട്ടി വെച്ചതുകൊണ്ട് ചിക്കൻ നന്നായിട്ട് ടെൻഡറായി വന്നിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടിരിക്കും ചിക്കൻ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ. ഇതിൻ്റെ മറ്റേ വശവും കൂടി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ മുഴുവനും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു കത്രികയോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. തീരെ ചെറിയ കഷ്ണങ്ങളായിട്ടല്ല, അല്പം വലിയ കഷ്ണങ്ങളായിട്ട്, അതായത് ഒരു ചിക്കൻ 5-6 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ചിക്കൻ്റെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ വലിയ കുറച്ച് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. മുഴുവൻ ചിക്കനും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് 4 പീസ് ബ്രെഡാണ് ഒരു ക്ലബ് സാൻഡ്വിച്ചിന് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഒരെണ്ണത്തിൻ്റെ മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ, മുഴുവനും കാണിക്കുന്നില്ല. ഒരെണ്ണം കാണിക്കാം. ഒരെണ്ണത്തിന് 4 പീസ് ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ അതിൽ നിന്നും ആദ്യം 2 പീസ് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ ആദ്യം 2 പീസ് ബ്രെഡ് ഇതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാൻ. നല്ല ക്രിസ്പി ആയിട്ട് മാറണം. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ച് കൂടുതൽ സമയം എടുത്തിട്ട് നന്നായിട്ട് ടോസ്റ്റ് ചെയ്യുക. അപ്പോൾ ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ബാക്കിയുള്ള 2 പീസ് ബ്രെഡിൽ നിന്നും ഒരെണ്ണത്തിലേക്ക് നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. മൊസറല്ല ചീസ് തന്നെ വേണം നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ ചെഡാർ ചീസാണ് ഉള്ളതെങ്കിൽ അത് വെക്കാം. അതല്ലെങ്കിൽ ക്രീം ചീസോ ചീസ് സ്ലൈസസോ ഒക്കെ വെച്ച് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ചീസ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ പീസും കൂടി കുറച്ച് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 4 വലിയ ചിക്കൻ പീസ്, അതായത് നീളത്തിലുള്ള 4 ചിക്കൻ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ബ്രെഡ് എടുത്തിട്ട് ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കാം.
എന്നിട്ട് ഇതുപോലെ കൈവച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ടോസ്റ്റ് ചെയ്യാൻ വെച്ച ബ്രെഡിൻ്റെ ഒരു വശം നന്നായിട്ടായിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റേ ഭാഗവും കൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ രണ്ട് വശവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഈ പാനിലേക്ക് നമ്മളിപ്പോൾ ചീസും ചിക്കനും വെച്ച ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി ബട്ടർ ചേർക്കണമെന്നില്ല, വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല. എന്നിട്ട് ഇതും ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന ചീസ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ മെൽറ്റായ ചീസും ചിക്കനും ഒക്കെ കൂടി ഒട്ടിപ്പിടിച്ച് അത്ര പെട്ടെന്നൊന്നും താഴെ വീണു പോവില്ല. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു വശം റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റേ വശവും കൂടി ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതും ഈ പാനിൽ നിന്ന് മാറ്റാം. ഇതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് വരെ ഗാർലിക് പേസ്റ്റാണ്. ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. വേറെ 1-2 വീഡിയോയിൽ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മിക്ക ആൾക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഗാർലിക് പേസ്റ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ തേൻ ചേർക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർക്കാം. 1/4 കപ്പ് ഗാർലിക് പേസ്റ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ തേനും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ ഈ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ലെറ്റൂസ്, പിന്നെ കുറച്ച് പാഴ്സ്ലി ലീവ്സ്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു അവക്കാഡോ കട്ട് ചെയ്തെടുത്തത്. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ലെറ്റൂസ് കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നാട്ടിലിപ്പോൾ എല്ലാ വെജിറ്റബിൾ ഷോപ്പിലും ലെറ്റൂസ് കിട്ടുന്നുണ്ട്. അതുപോലെ പാഴ്സ്ലി ലീവ്സിന് പകരം മല്ലിയില യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോസ്റ്റ് ചെയ്ത ബ്രെഡിൽ നിന്നും ഒരെണ്ണം എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ഈ സോസ് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് അധികം തന്നെ ഇട്ടോളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ മുകളിലേക്ക് ലെറ്റൂസ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് അല്പം പാഴ്സ്ലി ലീവ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മല്ലിയിലാണുള്ളതെങ്കിൽ അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചീസും ചിക്കനും കൂടി ചേർത്ത് ടോസ്റ്റ് ചെയ്ത ഈ ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ബ്രെഡിൻ്റെ മുകളിലും കുറച്ച് സോസ് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അവക്കാഡോ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. 3 പീസ് അവക്കാഡോ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ക്ലബ് സാൻഡ്വിച്ചിൽ അവക്കാഡോ വെച്ച് കഴിഞ്ഞാൽ. ഇനി നമ്മുടെ ലാസ്റ്റ് പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ 2 ഭാഗത്തായിട്ട് നമുക്ക് ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഇളകി വരില്ല. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ക്ലബ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നില്ല, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ക്ലബ് സാൻഡ്വിച്ചാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ കുട്ടികൾക്കൊന്നും ഇനി നമുക്ക് പുറത്തുനിന്ന് ക്ലബ് സാൻഡ്വിച്ച് വാങ്ങിക്കൊടുക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്